ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന, ഇന്നും എന്നും ബഹുമാനിക്കുന്ന വലിയ പേരുകേട്ട ഒരു സുവിശേഷ പ്രസംഗകനാണ് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു പ്രഭാഷണം ഇതായിരുന്നു: വരും കാലങ്ങളിൽ സഭ തൻ്റെ ശിരസ്സായ യേശുവിനെ മാറ്റിവെച്ചിരിക്കും എന്ന് ആ വിശുദ്ധനായ മനുഷ്യനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു. യേശുവാകുന്ന സഭയുടെ ശിരസിനെ ഇന്ന് മാറ്റിവെച്ചിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് യാതൊന്നും നേടുവാൻ സാധിക്കത്തില്ല. യേശു എവിടെ മഹത്വപ്പെടുന്നുവോ അവിടെ മാത്രമേ ദൈവരാജ്യം സ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ മാത്രമേ ദൈവം തൻ്റെ സഭയിലൂടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പാകുകയുള്ളൂ. യേശുവിൻ്റെ നാമം ഉച്ചരിക്കാൻ മടിയാണ്. എല്ലാവരും ഉച്ചരിക്കും ദൈവം എന്ന്. ദൈവമെന്ന് എല്ലാവരും പറയും. പക്ഷെ യേശു പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുമെന്ന്. യേശു പറഞ്ഞിട്ടില്ല ദൈവത്തിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുമെന്ന്. കാരണം ആ ദൈവം ഒരു നാമം നൽകിയിട്ടുള്ളൂ, യേശു എന്ന നാമം. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിശാചിനെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. യേശു എന്ന നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. ആ യേശു നാമത്തിനെ വളരെ തന്ത്രപൂർവമായി മാറ്റിവെക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ആവശ്യമല്ല, പിശാചിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യരാരും മനഃപൂർവ്വം യേശുവിൻ്റെ നാമം മാറ്റിവെക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ അജ്ഞതയിൽ പിശാച് മുതലെടുത്ത് അവനെ യേശുവിൽ നിന്നും, യേശു എന്ന നാമത്തിൽ നിന്നും അകറ്റിക്കൊണ്ട് മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം പിശാചിനറിയാം യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അവൻ്റെ രാജ്യം തകരും. അതുകൊണ്ട് ഈ ഒരു നാമത്തെ മാത്രമേ പിശാച് ഭയപ്പെടുന്നുള്ളൂ, ഈ ഒരു നാമത്തെ മാത്രമേ പിശാച് വെറുക്കുന്നുള്ളൂ. ഇനിയും ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുകയാണ്. ഇത് ആത്മീയ രഹസ്യമാണ്. എത്രമാത്രം പരിശുദ്ധാത്മാവിന് മുമ്പിൽ വിധേയത്വത്തോടു കൂടി തുറന്ന മനസ്സോടെ കേട്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇത് മറ്റൊന്നുമല്ല, എല്ലാ മനുഷ്യരിലും ഒന്നെങ്കിൽ യേശു വസിക്കുന്നുണ്ട്, യേശു വസിക്കുന്നില്ലെങ്കിൽ പിന്നെ വസിക്കുന്നത് യേശുവിൻ്റെ ശത്രുവായ പിശാചിൻ്റെ അരൂപി വസിക്കും. നമ്മളതൊക്കെ കേട്ട് കഴിഞ്ഞതാണ്. ഇവിടെ എഫേസോസിൻ്റെ 2-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചാൽ കാണാം, അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ഒരിക്കൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ നമ്മളുടെ അവസ്ഥ, നമ്മൾ അപരാധങ്ങളും പാപങ്ങളും മൂലം മരിച്ചവരായിരുന്നു. അന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു. ഈ ലോകം എന്ന് പറയുന്നത് പിശാച് ഭരിക്കുന്ന ഈ ലോകം നമ്മൾ പിന്തുടർന്നു. പിന്നെ പറയുന്നു, നമ്മളുടെ അവസ്ഥ അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അപ്പോൾ അനുസരണക്കേടിൻ്റെ മക്കൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് വിധേയപ്പെടാത്ത വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന അരൂപി പിശാചിന്റെ ആണെന്ന് ഇവിടെ വചനം പറയുന്നുണ്ട്. മത്തായി 12-ാം അധ്യായത്തിൽ 43 മുതൽ വായിച്ചാൽ കാണാം, യേശു പറഞ്ഞു, ഞാൻ ഒരു വ്യക്തിയിൽ നിന്നും ഒരു പിശാചിനെ പുറത്താക്കി കഴിയുമ്പോൾ അവൻ മറ്റു സ്ഥലങ്ങൾ അന്വേഷിച്ചു പോകും. സ്ഥലം കണ്ടെത്താതെ വരുമ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് പറയും, ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുമെന്ന്. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ മറ്റൊരു ടെലക്കാസ്റ്റിൽ കേട്ടതാണ്. യേശു തന്നെ പറഞ്ഞതാണ്. പിശാച് പറയുന്നു, അവൻ മനുഷ്യൻ്റെ ശരീരത്തെ വിളിക്കുന്നത് എൻ്റെ ഭവനം. അപ്പം ഇതൊരു സത്യമാണ്. ഇത് ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ഇത് അംഗീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ലൗകിക വിജ്ഞാനത്തിലൂടെ ഇത് കിട്ടത്തില്ല. ഇതുകൊണ്ടാണ് നമുക്ക് ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അറിയാൻ സാധിക്കാത്തത്. ഈ പൈശാചികമായ ശക്തി എല്ലാവരിലും വസിക്കുന്നുണ്ട്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ് യേശുവിനെ മാത്രം പ്രഘോഷിക്കുമ്പോഴേ യേശുവിൻ്റെ ആത്മാവ് വന്ന് വസിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു സ്വാഭാവികമായ മനുഷ്യന്, ലൗകികമായ ഒരു മനുഷ്യന്, യേശുവിനെ സ്വീകരിക്കാത്ത ഒരു മനുഷ്യന് അവൻ അറിയുന്നില്ല അവനിൽ വസിക്കുന്ന
പൈശാചികമായ ശക്തികൾ യേശുവിനെതിരെ വരും, യേശുവിനെ ശത്രുവായിട്ട് കാണും. അതുകൊണ്ട് തന്നെ യേശുവിനെ പ്രഘോഷിക്കുന്നവരോട് ദേഷ്യം തോന്നും. അവരെ നമ്മൾ അവഹേളിക്കും, അവരെ നമ്മൾ കുറ്റപ്പെടുത്തും, അവരെക്കുറിച്ച് നമ്മൾ പരദൂഷണം പറയും, അവരെ നമ്മൾ പുച്ഛത്തോടെ കാണും. അത് ആ വ്യക്തികളിൽ പ്രവർത്തിക്കുന്ന ഈ ശത്രുവിന്റെ ആത്മാവാണ്. യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ മാത്രമേ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങളുള്ളൂ. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമരായുധങ്ങളില് ഒരുപാട് ആയുധങ്ങൾ നമ്മൾ കേട്ടു. എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഈ ആയുധം യേശു എന്ന നാമം, അത് മാറ്റിവെച്ചിട്ട് മറ്റേത് ആയുധം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കത്തുമില്ല. അഥവാ നമ്മൾ ഉപയോഗിച്ചാൽ അതിന് ബലമുണ്ടായിക്കത്തില്ല. കാരണം യേശുവാണ് നമ്മുടെ യുദ്ധത്തിലെ നമ്മുടെ യുദ്ധഭൂമിയിൽ വിജയം വരിച്ച നമ്മുടെ ക്യാപ്റ്റൻ. ആ യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. പാപത്തിൽ നിന്ന് വിജയമുള്ളൂ, ലോകത്തിൽ നിന്ന് വിജയമുള്ളൂ, മരണത്തിൽ നിന്ന് വിജയമുള്ളൂ, രോഗത്തിൽ നിന്ന് സൗഖ്യമുള്ളൂ, പൈശാചികമായ ബന്ധനങ്ങളിൽ നമുക്ക് വിജയമുള്ളൂ. എല്ലാം 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 നമുക്ക് സാധിച്ചു കിട്ടുന്നത് യേശു എന്ന നാമത്തിലൂടെ മാത്രം. ദൈവത്തിന്റെ വചനം നമ്മൾ യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പിശാചിനെ ഓർമ്മപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു തന്നെ ബലിയർപ്പിച്ചു. അപ്പൊ ഇത് നടന്ന സംഭവമാണ്. യേശുവിന്റെ നാമം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഇത് നഗര കവാടങ്ങൾ വിറയ്ക്കുന്നതിന്റെ കാരണം അതാണ്. അല്ലെങ്കിൽ 1 തിമോത്തി 1:15 പറയുന്നു, എന്തിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്? യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണെന്ന്. അല്ലെങ്കിൽ 1 പത്രോസ് 1:18-19 പറയുന്നു, യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അവൻ നമ്മളെ പൈശാചികമായ ശക്തികളിൽ നിന്നും വിലയ്ക്ക് മേടിച്ചു. വിലയ്ക്ക് മേടിക്കുവാൻ അവൻ കൊടുത്തത് സ്വർണമോ വെള്ളിയോ അല്ല, തൻ്റെ അമൂല്യമായ തിരക്തം വില കൊടുത്തുകൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് മേടിച്ചത്. നമ്മൾ ഇന്ന് സാത്താന്റെ അടിമത്തത്തിൽ നിന്നും മോചിച്ച് യേശുവിന്റെ രാജ്യത്തിൽ വന്ന് യേശുവിനാൽ നിറഞ്ഞ് യേശുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് ഇന്ന് നമ്മൾ ശക്തരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യേശുവിന്റെ നാമം പ്രഘോഷിക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട്. ആ നാമമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഈ നാമത്തെ എപ്പോഴും നമ്മളിൽ നിന്നും മാറ്റാൻ വേണ്ടി പിശാച് തന്ത്രപൂർവം പല പല വിദ്യകൾ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയ പൗലോസ്ലീഹ 2 കോരിന്തോസ് 11:3 ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ കണ്ണുകൾ തുറന്നു തരട്ടെ. അവിടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിന് പ്രേരണയാൽ പറയുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹവ്വായെ ജീവന്റെ വൃക്ഷമായ യേശുവിൽ നിന്നും അകറ്റിയതുപോലെ അന്നു മുതൽ തുടങ്ങിയതാണ് യേശുവിനെതിരെയുള്ള പോരാട്ടം. പിശാചിന് യേശുവിനെ മാത്രമേ വെറുക്കുന്നുള്ളൂ. അപ്പൊ ഹവ്വായെ ആ യേശുവാകുന്ന ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്നും അകറ്റിയപ്പോഴാണ് അവളിലേക്ക് മരണം കടന്നു വന്നത്. ആ ഹവ്വായുടെ സന്തതികളാണ് നമ്മളിൽ സ്വാഭാവികമായിട്ട് മരണമാണ്. യേശുവാണ് ജീവൻ. ആ ജീവനായ യേശുവിൽ നമ്മളെ അകറ്റാൻ വേണ്ടി നമ്മളിൽ നന്മകൾ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ പ്രാർത്ഥനകളിലും നമ്മളുടെ സൽപ്രവൃത്തികളിലും നമ്മളുടെ വചനപ്രഘോഷണങ്ങളിലും എല്ലാം അവൻ കടന്നു വന്നിട്ട് ഒരുപക്ഷെ ഈ വചനമെടുത്ത് പ്രസംഗിക്കുമ്പോൾ പോലും യേശുവിനെ മാറ്റി നിർത്തി പ്രസംഗിക്കാൻ സാധിക്കും. അവന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾ വചനം പ്രസംഗിച്ചോ, യേശു മാത്രം പ്രഘോഷിക്കപ്പെടരുത്. കാരണം യേശുവിൻ്റെ നാമത്തിന്, ആ നാമം എവിടെ പ്രഘോഷിക്കപ്പെടുന്നോ അവിടെ ഉടൻ തന്നെ രോഗശാന്തി ഉണ്ടായിരിക്കും, അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് ഈ സമയം പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് കഴിഞ്ഞ 3-4 ടെലികാസ്റ്റിലൂടെ നിങ്ങളോട് സംസാരിച്ചു. ഞാൻ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നെ തുറന്ന മനസ്സോടുകൂടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്വീകരിച്ചവർക്ക് തീർച്ചയായിട്ടും ഈ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ അറിയാൻ സാധിക്കും. യേശുവിന് സമയമില്ല. അവന് ഈ സമയത്ത്
നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ കടന്നു വരാൻ സാധിക്കും.